ഇതാണ് 5-ാം തീയതിയുള്ള ഫസ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ അതാണ്ട് ഇവിടെയാണ്. ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ലോയെ ബ്രേക്ക് ചെയ്ത് വേറെ ഏതെങ്കിലും ക്യാൻഡിൽ പോയിട്ടുണ്ടോ എന്ന് നോക്കുക. പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ ഭാഗം വരുമ്പോഴത്തേക്കും ഈ ലോയെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ ഇതിപ്പോൾ റെഡ് ക്യാൻഡിലായതുകൊണ്ട് ഈ ക്ലോസ് അല്ലേ, ഈ ക്ലോസിൻ്റെ അവിടം വരെയോ അല്ലെങ്കിൽ ഈ വിക്കിൻ്റെ പകുതി വരെയോ, ഈ വിക്കിൻ്റെ ഈ ഭാഗം പകുതി വരെയോ ഈ ചാർട്ട് തിരിച്ച് കയറി വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ശരിയല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വരച്ചത് വെച്ച് നോക്കണ്ട, നമുക്ക് പോയിൻറ്സും കൂടെ എടുത്ത് വെച്ചിട്ട് നോക്കാം. ഇവിടെ ഒരു എന്ത് ചെയ്തു, ഈ ചാർട്ട് ഇങ്ങനെ ഈ ലോയെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. ശരിയല്ലേ? ഇവിടെയാണ് നമ്മുടെ ലോ ഉള്ളത്. ഈ ചാർട്ടിൻ്റെ ലോ എന്ന് പറയാം, ഫസ്റ്റ് ക്യാൻഡിൽ ചാർട്ടിൻ്റെ ലോ ഇവിടെയാണ് കിടക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്ത് വന്നേക്കുന്ന ചാർട്ട് ഇവിടെയാണ്. വന്നിട്ട് എന്ത് ചെയ്തു, ഇത് തിരിച്ച് വീണ്ടും കയറി ദാണ്ട് ഇവിടം വരെ എത്തി അല്ലേ എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഇതിൻ്റെ പകുതി വരെ അല്ലേ, പകുതി ഈ ഒരു ലൈൻ കണ്ടില്ലേ, ആ ഒരു ലൈനിൻ്റെ അവിടം വരെയും ഈ ചാർട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രിക്കിൽ പറഞ്ഞ കാര്യങ്ങൾ. ഓർക്കുക, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തത് ഈ ഭാഗത്താണ്. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചത് ഒന്നെങ്കിൽ ആ വിക്കിൻ്റെ പകുതി വരെയോ അതല്ലെങ്കിൽ തിരിച്ച് എന്താണ് ഓപ്പൺ വരെയോ ഒക്കെ കയറി വരാനുള്ള ടെൻഡൻസി ഉണ്ടാകുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ പകുതി വരെ വന്നിട്ട് വീണ്ടും തിരിച്ച് താഴേക്ക് പോയി, വീണ്ടും കയറി വന്നു, വീണ്ടും താഴേക്ക് പോകുന്നു. അന്നത്തെ ദിവസം അങ്ങ് താഴേക്ക് പോകുന്ന ഒരു ടെൻഡൻസി ആയിരുന്നു. ശരിയല്ലേ? പിന്നീട് മാർക്കറ്റിൽ നടന്ന ഒരു തിരിച്ചു കയറ്റമാണെന്ന് തോന്നുന്നു. 5-ാം തീയതി കഴിഞ്ഞതിന് ശേഷം 6-ാം തീയതിയുള്ള ചാർട്ടിൻ്റെ ഫസ്റ്റ് ക്യാൻഡിലാണ് ഈ കിടക്കുന്നത്. ശരിയല്ലേ? ആ ക്യാൻഡിലൊന്ന് നോക്കൂ. നമ്മൾ ഈ പറഞ്ഞ ഗ്യാപ്പില്ലേ, അതായത് വിക്കില്ലേ, ആ വിക്കിനെ കവർ ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം നമ്മളിവിടെ ഈ ചാർട്ട് ബ്രേക്ക് ചെയ്ത ഈ കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിലും പിറ്റേ ദിവസം ആ വിക്കിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഫസ്റ്റ് ക്യാൻഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അതായത് ഈ തിരിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് തിരിച്ച് കയറി വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അടുത്ത ദിവസത്തെ ക്യാൻഡിലും കൂടി അത് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 5-ാം തീയതിയുള്ള ചാർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളെ നമ്മൾ പറഞ്ഞുള്ളൂ. ഒന്നെന്താണ്, ഫസ്റ്റ് ക്യാൻഡിൽ കുറേയധികം താഴേക്ക് പോയി. അങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ആ ചാർട്ട് ആ ദിവസം ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഏകദേശം പകുതിയെങ്കിലും, ഇങ്ങനെ താഴേക്ക് പോയ സാധനം പകുതിയെങ്കിലും തിരിച്ച് കയറി വരും എന്നാണ് പറഞ്ഞത്. അതിവിടെ സംഭവിച്ചിട്ടുണ്ട്. അതാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഇതേ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ തന്നെ ഈ താഴെയുള്ള വിക്ക്, ആ വിക്കിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഈ ചാർട്ട് എപ്പോഴെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ച് ഈ ചാർട്ട് ഇങ്ങനെ താഴേക്ക് പോയി അല്ലേ, അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഈ ചാർട്ട് കയറി വരും. എവിടെ കയറി വരും? ഒന്നെങ്കിൽ ഈ വിക്കിൻ്റെ പകുതിയെങ്കിലും, ഈ നീളം ഉണ്ടല്ലോ, ഈ നീളത്തിൻ്റെ പകുതിയെങ്കിലും കയറി വരാറുണ്ട്. അതല്ലെങ്കിൽ നല്ല കയറ്റമാണെങ്കിൽ തിരിച്ചും മുകളിലേക്ക് താണ്ട് ഈ ക്ലോസ് റെഡ് ആയതുകൊണ്ട് ഇവിടെ ക്ലോസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ക്ലോസിൻ്റെ അവിടെ എങ്കിലും വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പകുതി വരെ ഈ ചാർട്ട് താണ്ട് ഇവിടെയാണ് കയറി വന്നേക്കുന്നത്. ഓക്കെ, ഈ ഭാഗത്താണ് കയറി വന്നേക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നോക്കുക. അങ്ങനെ വീണ്ടും മറ്റുള്ള ചാർട്ടുകളിലൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ചിലപ്പോൾ ഈ ദിവസം തന്നെ ഇത് സംഭവിക്കണമെന്നില്ല കേട്ടോ. ഈ 5-ാം തീയതി തന്നെ അത് സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ 6-ാം തീയതി വെച്ച് നോക്കുവാണെങ്കിൽ 6-ാം തീയതിത്തെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്തു, നമ്മൾ ഈ പറഞ്ഞ കാര്യം കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ.